ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൃത. നമ്മൾ ഈ സ്പേസിൽ സംസാരിക്കുന്നത് സ്കിൻ കെയർ, വെൽനെസ് ആൻഡ് മേക്കപ്പ് റിലേറ്റഡ് ടോപ്പിക്സ്. ഇന്ന് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. പക്ഷെ അത് അറിയുന്നതിന് മുമ്പ് ഐ റിയലി ഫീൽ ലൈക്ക് നമുക്ക് സ്കിന്നിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി, പക്ഷേ ദാറ്റ് ഇസ് ഇന്നെവിറ്റബിൾ ഐ തിങ്ക്. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, സ്കിൻ എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. സ്കിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കിൻ എന്ന് പറയുന്നത് ബോഡിയുടെ ലാർജസ്റ്റ് ഓർഗൻ ആണ് അല്ലേ. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ബാരിയറാണ് സ്കിന്നിന്. സ്കിന്നിന് ആക്ച്വലി 3 ലെയേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ എപ്പിഡേർമിസ് എന്ന് പറയും. എപ്പിഡേർമിസ് നമ്മുടെ എക്സ്റ്റേണൽ നമ്മൾ കാണുന്ന ആ സ്കിൻ ലെയറില്ലേ, അതൊക്കെ എപ്പിഡേർമിസ് ആണ്. അതിൽ ഒത്തിരി ഡെഡ് സ്കിൻ ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് എപ്പിഡേർമിസ്. അത്ര നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എപ്പിഡേർമിസ് ഏറ്റവും തിൻ എന്ന് പറയുന്നത് കണ്ണിൻ്റെ അടിയിലാണ്. ഏറ്റവും തിക്ക് എന്ന് പറയുന്നത് കാലിൻ്റെ സോളിലും കൈയുടെ ഈ ഭാഗത്തൊക്കെയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു പോർഷൻ ഡേർമിസ് ആണ് ആക്ച്വലി. കാരണം ഡേർമിസിൻ്റെ അകത്ത്, ഡേർമിസ് എന്ന് പറയുന്ന സെക്കൻഡ് ലെയർ, ഡേർമിസിൻ്റെ അകത്ത് ഒത്തിരി ഗ്ലാൻസ് ഉണ്ട്. ലൈക്ക് സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, പിന്നെ ബ്ലഡ് വെസൽസും ലിംഫറ്റിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തൽക്കാലം കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ ടോപ്പിക്കിനോട് റെലവെൻ്റ് ആയിട്ട് കിടക്കുന്നത് സെബേഷ്യസ് ഗ്ലാൻസ് ആണ്. ഈ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്നത് സീബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. സീബം നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാം. ബോഡിയിൽ നിന്ന് തന്നെ ഉള്ള കൊളസ്ട്രോളും ഫാറ്റൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ പോർസിലൂടെ പുറത്തേക്ക് വിടും. ഈ പോർസിൽ കൂടി പുറത്തേക്ക് വരുന്ന സീബം ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത് സർഫസ് ആണ് കൊടുക്കുക. നമ്മൾ 2 മെത്തേഡ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ജെൻറ്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കിടക്കുമ്പോൾ വേറെ പ്രോഡക്റ്റ്സ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വല്ല സീറം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം അതൊന്നും യൂസ് ചെയ്യേണ്ട, കിടക്കാൻ പോവുക. AC, എയർ കണ്ടീഷനിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊന്ന് ഈ ഒരു ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യാം. രാവിലെ എണീക്കുന്ന സമയത്ത് ഫേസ് ഒന്നും വാഷ് ചെയ്യേണ്ട, ഡയറക്റ്റ്ലി മിററിൽ പോയി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ഓയിലി സ്കിൻ. നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ രാവിലെ നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ഈ എല്ലാവർക്കും ഉള്ള കാര്യമാണ് പോസ്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നല്ല വിസിബിൾ ഓപ്പൺ പോസ് ഉണ്ടാവും. ചെറിയ രീതിയിലല്ല, നന്നായിട്ട്. ഞാനിവിടെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അതിൽ കാണുന്ന പോലെ തന്നെ നല്ല വിസിബിൾ ഓപ്പൺ പോസ്, നല്ല ഗ്രീസി ആയിട്ട്. ഷൈനി ആവുന്നത് ഡിഫറെൻ്റ് ആണ്, ഗ്രീസി ആവുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരു ലൈറ്റ് ഷൈൻ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ഇത് ഒത്തിരി ഗ്രീസി ആയിട്ട് ഈ ടീ സോണിലും ചീക്സിലും ചിന്നിലും ഒക്കെ നല്ല ഗ്രീസി ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കുറച്ച് ഡൾ ലുക്കിംഗ് ഫേസ് ആണ്, കുറച്ചുകൂടി ഡാർക്കറായ പോലെ തോന്നുന്നുണ്ടാവും. അത് ഫ്രഷ് അപ്പിയറൻസ് ഉണ്ടാവില്ല. ഇങ്ങനത്തെ തരം സ്കിന്നാണ് നിങ്ങൾക്ക് രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോൾ തോന്നുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ആക്ച്വലി ഹാൻഡിൽ ചെയ്യേണ്ടത് കുറച്ച് കെയർഫുള്ളായിട്ടായിരിക്കണം. കാരണം ഇത് ആക്നെ പ്രോൺ കൂടിയാണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് യൂഷ്വലി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ബാക്കി ഉള്ള സ്കിൻ ടൈപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ സ്കിൻ എങ്ങനെയാണെന്ന് നോക്കാം. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അങ്ങനെ ഓയിലിനെസ് ഒന്നുമില്ല, ഓപ്പൺ പോസ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഫേസ് നോക്കിയിട്ട് കിട്ടില്ല. പിന്നെ എങ്ങാനും നിങ്ങളുടെ സ്കിൻ ചിരിക്കാനോ മറ്റോ നോക്കുമ്പോൾ ഫേസ് ഭയങ്കര വലിച്ചിൽ ടോട്ട് ഫീലിംഗ് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രോബബ്ലി ഡ്രൈ ആണ്. മാത്രമല്ല, ഇവിടെ നോസിൻ്റെ ഇവിടെ അല്ലെങ്കിൽ ചിന്നിൻ്റെ ഇവിടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ സ്കിൻ ചെറുതായിട്ട് ഫ്ലേക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിൻ്റെ ലക്ഷണങ്ങളാണ്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഫേസൊക്കെ ഒന്ന് അനക്കുമ്പോഴത്തേക്കും ഭയങ്കര കുറച്ചൊരു എന്താ പറയുക, സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, ഒരു നല്ല വലിച്ചിലൊക്കെ തോന്നും. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് സ്കിന്നാണ്. ചെറിയ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചെറിയ വലിച്ചിലൊക്കെ തോന്നുള്ളൂ. ഐ തിങ്ക് യു ക്യാൻ ഫിഗർ ഔട്ട് ദി ഡിഫറൻസ്. നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ തേർഡ് കാറ്റഗറി, വിച്ച് ഇസ് ദ കോമ്പിനേഷൻ, വിച്ച് ഇസ് ലൈക്ക് ദ മോസ്റ്റ് കോമൺ. ഈ ഇടയായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, സ്പെഷ്യലി വെൻ യു ഹിറ്റ് 25 to 30,
നിങ്ങളുടെ സ്കിൻ യൂഷ്വലി കോമ്പിനേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ആദ്യം T സോൺ എന്താണെന്ന് മനസ്സിലാവും, വിച്ച് ഇസ് ലൈക്ക് ദ മോസ്റ്റ് കോമൺ. ഈ ഇടയായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, സ്പെഷ്യലി വെരിങ് ഫിറ്റ് 25 to 30, നിങ്ങളുടെ സ്കിൻ യൂഷ്വലി കോമ്പിനേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ആദ്യം T സോൺ എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ ഇൻസേർട്ട് എ പിക്ചർ അഗൈൻ. നമ്മുടെ നെറ്റി, നോസിന് ചുറ്റും, പിന്നെ ചിൻ, ഈ പോർഷനാണ്. ഇതൊരു T പോലെയാണല്ലോ ഇരിക്കുന്നത്. ഈ പോർഷൻ ഭയങ്കര ഓയിലി ആയിരിക്കും. അവിടുത്തെ പോസ് ഒക്കെ വിസിബിളി ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാൻ പിക്ചർ അഗൈൻ. നമ്മുടെ നെറ്റി, നോസിന് ചുറ്റും, പിന്നെ ചിൻ, ഈ പോർഷനാണ്. ഇതൊരു T പോലെയാണല്ലോ ഇരിക്കുന്നത്. ഈ പോർഷൻ ഭയങ്കര ഓയിലി ആയിരിക്കും. അവിടുത്തെ പോസ് ഒക്കെ വിസിബിളി ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ടാവും. എന്താ പറയുക, നെറ്റി വളരെ ഓയിലി, നോസ് ഓയിലി, പിന്നെ ചിന്നിൻ്റെ ഏരിയ വളരെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചീക്സിൽ അങ്ങനെ വിസിബിൾ ഓപ്പൺ പോസ് ഒന്നുമില്ല. എന്താ പറയുക, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയ ഒന്നല്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താം. നോർമൽ ആണെങ്കിൽ സപ്ലൈ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ കോമ്പിനേഷൻ ടു ഡ്രൈ അല്ലെങ്കിൽ കോമ്പിനേഷൻ ടു നോർമൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇനിയുള്ളൊരു കാറ്റഗറി ബേസിക്കലി നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെൽ റെസ്റ്റഡ് ലുക്ക് ഉണ്ടാവും. രാവിലെ സ്കിൻ നോക്കുമ്പോൾ ഒരു ചെറിയ പിങ്ക് ഫ്ലഷ് ഒക്കെ ചീക്സിലുണ്ടെന്ന് കാണാൻ പറ്റും. ബ്ലഷ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരു നല്ല ഹെൽത്തി, വെൽ റെസ്റ്റഡ്, വിസിബിൾ ഓപ്പൺ പോസ് ഒന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് 1-2 അങ്ങനെ ഉണ്ടാവാം. തീരെ ഓയിൽ പുറത്തേക്ക് വരില്ല, നല്ല ഒരു ചെറിയ ഷൈൻ, അങ്ങനത്തെയൊക്കെ ഒരു തരം ബ്യൂട്ടിഫുൾ ഇമാജിനറി കൈൻഡ് ഓഫ് സ്കിൻ. അങ്ങനത്തെ സ്കിൻ ഈ കാലഘട്ടത്തിൽ ഏറെക്കുറെ ആൾക്കാർക്ക് കാണാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇല്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ യു ലക്കി. അപ്പോൾ അങ്ങനത്തെ തരം ഒരു സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്. സോ നമ്മൾ ഏകദേശം ഒരുവിധം കാറ്റഗറിയൊക്കെ നോക്കി. ഇനി ലാസ്റ്റ് ടൈപ്പാണ് സെൻസിറ്റീവ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ രാവിലെ എണീറ്റ് ഫേസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പെയിൻഫുൾ ഫീലിംഗ് ഉണ്ടാവും. എന്താ പറയുക, ഈ ടൈപ്പ് സ്കിൻ ആക്ച്വലി പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര അലർജിക്കാണ്. അതായത് ഒരു പുതിയ മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ഔട്ട് ചെയ്യും. പിന്നെ യൂഷ്വലി നിങ്ങൾക്കൊരു പെയിൻഫുൾ സെൻസേഷൻ, പെയിൻഫുൾ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെയൊക്കെ തരം സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ. യൂഷ്വലി ഇങ്ങനത്തെ സ്കിൻ ടൈപ്പ് രാവിലെ ഫേസ് ഒന്ന് വാട്ടർ വെച്ച് സ്പ്ലാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പെയിൻഫുൾ ഫീലിംഗ് കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്കിൻ യൂഷ്വലി സെൻസിറ്റീവ് ആണെന്ന് പറയാം. So I think I discussed all the skin types and how to find out all the skin types. Method 1. Okay, ഇത് ആദ്യത്തെ മെത്തേഡാണ്. ഇനി ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നവർക്ക് ലെറ്റ്സ് ഡിസ്കസ് മെത്തേഡ് 2. ഇൻ മെത്തേഡ് 2 സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ. അതായത് രാത്രി കിടക്കാൻ നേരത്ത് ഒരു ജെൻറ്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. വേറെ ഒരു പ്രോഡക്റ്റും അപ്ലൈ ചെയ്യാതെ കിടക്കുക. കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ. ഈ ബ്ലോട്ടിംഗ് പേപ്പർ ആക്ച്വലി അത്ര ഈസിലി അവൈലബിൾ അല്ല ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ലെറ്റ്സ് സേ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഒരു ടിഷ്യൂ യൂസ് ചെയ്യുന്നതാണ്. നോട്ട് ദ യൂഷ്വൽ ടിഷ്യൂ. ഓക്കെ, അത് യൂസ് ചെയ്യരുത്. ഈ നമ്മൾ പ്രീമിയറിൻ്റെയൊക്കെ കാറിലൊക്കെ കാണുന്ന ടിഷ്യൂസ് ഇല്ലേ, ഭയങ്കര ലൈറ്റ് ടിഷ്യൂസ്. അതിൽ 2 പ്ലൈസ് ഉണ്ടാവും. അതിൽ 1 പ്ലൈ ഐ ഇൻസേർട്ട് എൻ ഇമേജ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. അതിലൊരു സിംഗിൾ പ്ലൈ, ഇത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. ഈ ടിഷ്യൂ യൂസ് ചെയ്ത് യു ക്യാൻ കട്ട് ഇറ്റ് ഡൗൺ ഓർ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. അതെടുക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് തിങ്, നിങ്ങൾ അതിൻ്റെ ഒരു പോർഷൻ നെറ്റിയിൽ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ടിഷ്യൂ, ഇതൊരു സിംഗിൾ പ്ലൈ ടിഷ്യൂ ആണ്. ഐ പുട്ട് ഇറ്റ് ഓൺ മൈ ഫോർഹെഡിൽ വെച്ചിട്ട് ഒന്ന് ബ്ലോട്ട് ചെയ്ത് നോക്കുക. വെൻ യു ആർ ഡൂയിങ് ഇറ്റ്, രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ജസ്റ്റ് നെറ്റിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നെറ്റിയിൽ ഓയിലിനെസ് ഉണ്ടോയെന്ന് മനസ്സിലാവും. പിന്നെ വേറെ ഇതിൻ്റെ ഒരു പോർഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചിന്നിൽ ട്രൈ ചെയ്യുക. നോസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചീക്സിലും ട്രൈ ചെയ്ത് നോക്കുക. ചീക്സിലും നിങ്ങൾക്ക് ഓയിലിനെസ് ഉണ്ട്. നെറ്റിയിലും ചിന്നിലും ചീക്സിലും ഓയിലിനെസ് ഉണ്ടെങ്കിൽ യുവർ ഓയിലി സ്കിൻ. നൗ സെക്കൻഡ് സ്കിൻ ടൈപ്പ് ഇസ് ഡ്രൈ. ഇതുപോലൊരു ടിഷ്യൂ എടുത്ത് എല്ലാ പോർഷനും ചെക്ക് ചെയ്യുമ്പോൾ എവിടെയും ഇതങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്നില്ല, അതങ്ങനെ തന്നെ വീണു പോകുന്നു, മാത്രമല്ല ഓയിലിനെസ് ഒന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ്. തേർഡ് കാറ്റഗറി ഈസ് കോമ്പിനേഷൻ. കോമ്പിനേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടിഷ്യൂ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഈ നെറ്റിയിലുള്ള സ്ഥലത്ത് ഓയിലിനെസ് ഉണ്ട്, നോസിലുണ്ട്, ചിന്നിലുണ്ട്. ഇവിടെ ട്രൈ ചെയ്യുമ്പോൾ ഓയിലിനെസ് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. സോ ദിസ് വാസ് മൈ
method 2 to find out if you have combination dry or normal skin. ഓക്കെ ഗൈസ്, നൗ നമ്മൾ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ പറയുക, സ്കിൻ ടൈപ്പ് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ ഓയിലി ആണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഡ്രൈ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തന്നെ ആയിരിക്കും ലൈഫ് ലോങ് എന്ന് അസ്യൂം ചെയ്യരുത്. കാരണം പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് സ്കിൻ ടൈപ്പിനെ മാറ്റാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഏജ് ഒരു ഫാക്ടറാണ്. വേറൊരു ഫാക്ടറാണ് എൻവയൺമെൻറ്റ്. നമ്മുടെ സ്കിൻ എന്ത് തരം എൻവയൺമെൻറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. പിന്നെ വേറൊരു ഫാക്ടർ നമ്മുടെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് അഥവാ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. സേ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഈ PCOS അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനത്തെ തരം ഹെൽത്ത് ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ PCOS, PCOD ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വിമൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ്റെ ടൈപ്പ് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, അത് മാറും. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് അതിനനുസരിച്ച് മാറും. ചിലർക്ക് PCOS ആക്നെയൊക്കെ വരാറുണ്ട് നന്നായിട്ട്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇൻ കേസ് you have any questions or something to ask me regarding any topic that you would like to know more about or in future, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ definitely let me know. I hope the video was useful, and until I see you next time, you guys take care. Thank you so much for watching. Bye.